പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചേറ്റപ്പട്ടി നാറി ചേറ്റ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യ ഭർത്താവിനെ പരസ്യമായി തരുന്നതും ലോട്ടറി എടുത്ത സന്തോഷത്തോടെ ഭർത്താവ് തിരിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങുന്നതുമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ ഡിവോഴ്സ് പെറ്റീഷന് അപേക്ഷ കൊടുത്തിരുന്നു. എന്നാൽ ഡിവോഴ്സിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഭർത്താവ് തന്റെ അമ്മയുടെ പേരിൽ മുഴുവൻ സ്വത്തുക്കളും എഴുതി വെച്ചു. അതോടുകൂടി 5ന്റെ പൈസ തനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഗോൾഡ് ഡിക്കറായ അതിമോഹിയായ ഭാര്യ തന്റെ അമ്മ മുഴുവൻ ഭർത്താവിന്റെ മേൽ തീർത്തുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഊമ്പിക്കാൻ നോക്കിയാൽ സ്വയം ഊമ്പിപ്പോയൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാഴ്ചയോടുള്ള അത്യാർത്ഥി കൊണ്ട് ഇത്തരം ജീവിതം സ്വപ്നം കാണുന്നവർക്കുള്ള ഒരു മാതൃകാ തരത്തിലുള്ള പണിയായിരിക്കട്ടെ ഇത്. ഇതുപോലെ തന്നെ തന്റെ പങ്കാളിയുടെ സ്വത്തുക്കൾ കണ്ട് വിവാഹം കഴിക്കുന്നവർക്കും വിവാഹമോചനം നേടുന്നവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾക്ക് കാമുകിമാരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സത്യസന്ധത പുലർത്തുന്നവരാണോ? അതായത് എല്ലാ സത്യങ്ങളും അവരോട് പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി മേലാൽ അത് ചെയ്യരുത്. ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്നതിന് ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. ഇതിൽ ഒരു കാമുകൻ തന്റെ കാമുകിയുമായി സിനിമയ്ക്ക് പോയി. ഏതിൽ? നമ്മുടെ സ്പൈഡർമാന്റെ പുതിയൊരു പടമുണ്ട്, നമുക്ക് എന്തുവാണ് ബ്രാൻഡ് ന്യൂ ഡേ. പടം കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ നിഷ്കളങ്കനായ യുവാവിന് ആ സത്യം മറച്ചു വെക്കാനായില്ല. കഴിഞ്ഞ ദിവസം ഇതേ പടം കണ്ടിട്ട് വന്ന കാമുകൻ തന്റെ കാമുകിയോട് ആ പടത്തിന്റെ കഥ മുഴുവൻ വിവരിച്ച് നൽകി. ഉച്ചത്തിൽ എല്ലാവരും ചേർത്ത് പടത്തിന്റെ സസ്പെൻസുകൾ ഓരോന്നോരോന്നായി അവൻ നയിച്ചു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കാണികളായ ചെറുപ്പക്കാർ ആ അഴുക്കച്ചെറുക്കന് അറിന്തോ പൊറിന്തോ തള്ളി. കാമുകിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പടത്തിന് കൊണ്ടുവന്ന ചെറുപ്പക്കാരനെ അവിടെയുള്ള യുവാക്കളെല്ലാം കൂടി സർപ്രൈസ് ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ള കാമുകന്മാരെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ പ്രേമിച്ചോളൂ ധൈര്യമായി. പക്ഷേ നമ്മുടെ നാട്ടിൽ കല്യാണപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാതെ മനസ്സ് മരവിച്ചിരിക്കുന്നു ഒരുപാട് ചെറുപ്പക്കാർ സിംഗിളായി കഴിയുന്നു. അവരുടെ മനസ്സ് നോവിക്കരുത്. നോവിച്ചാൽ ഇതുപോലെ അറിന്തോ പൊറിന്തോ അറിയിട്ടും. അതുകൊണ്ട് ബി കെയർഫുൾ. ഹാവ് എ നൈസ് ഡേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശിരോവസ്ത്രം ധരിച്ചൊരു സ്ത്രീയുടെ ഫോട്ടോ അവരറിയാതെ തൊട്ട് അടുത്തുണ്ടായിരുന്ന ഒരു സഹയാത്രികൻ, ഒരു ചെറുപ്പക്കാരൻ എടുത്തു. അയാൾ അത് തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് AI ഉപയോഗിച്ച്, പുതിയ ടെക്നോളജി അല്ലേ AI, അപ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപമാറ്റം വരുത്തി ഒരു അശ്ലീല ചിത്രമാക്കി. ഇത് അടുത്തിരുന്ന ആളെ കണ്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സഹയാത്രികരെല്ലാവരും കൂടെ ഇടപെട്ട് ഇയാളെ കൈകാര്യം ചെയ്ത് പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെക്നോളജിയൊക്കെ നല്ലത് തന്നെ. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ടെക്നോളജി, ഏതൊരു കാര്യമായാലും. അത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്കത് ഹാനികരമാകാത്ത രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇത്തരം ഉള്ള ആൾക്കാർക്ക് കിട്ടേണ്ട ശിക്ഷ എന്താണെന്ന് അറിയാലോ. എന്തായാലും അത് കിട്ടട്ടെ എന്ന് ആശംസിക്കാം. നമ്മൾ മറ്റുള്ളവരെ ഒരല്പം റെസ്പെക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് അവരെ പരിചയം കൂടെ ഉണ്ടാവില്ല, എന്നാലും ചിലപ്പോൾ അങ്കിൾ, ആൻറ്റി എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷേ ഇത്തരം വിളിക്കൽ ചില സമയത്ത് അത്ര നല്ലതല്ല. ചില സമയത്ത് അത് നല്ലതാണ് താനും. എവിടെയുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. എനിക്ക് പറ്റില്ല, ഇങ്ങനെ സ്ഥാപനം എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമില്ലല്ലോ. നിനക്ക് മാത്രം എന്താ പ്രശ്നം? എന്താ അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ? എന്താണ് നിനക്ക് എത്ര വയസ്സുണ്ട്? അതിന്റെ പക്വത നിനക്ക് ഇല്ല. പക്വത ഒരു ചെറിയ 3 വയസ്സുള്ള കുട്ടി എന്നെ ആന്റി വിളിച്ച പോലെ നീ എന്നെ ആന്റി വിളിക്കുമ്പോ എനിക്ക് പ്രശ്നമുണ്ട്. എന്നെ മെയ്യാണി പേര് വിളിച്ചു, രജനി വിളിച്ചു, എനിക്ക് വിഷയമില്ല. പക്ഷെ ആന്റി വിളിച്ച അമ്മായി എന്ന് വിളിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ നിനക്ക്? നീ എന്താ ഇടയിൽ അമ്മൂമ്മ വിളിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നു ആ യുവതി അവിടുത്തെ സ്റ്റാഫാണെന്ന്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ആ സെയിൽസ് വെക്കുന്ന പയ്യൻ അവൻ അറിയാതെ വിളിച്ചു എന്നല്ല, അവർക്ക് ഇഷ്ടമില്ലാതെ അത് വീണ്ടും വീണ്ടും വിളിക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ആൻറ്റി പിന്നെ അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്ന പറയുന്നു. അത് ഒരാളെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൊരു സുഖം കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. മറ്റുള്ളവരെ വെറുപ്പിക്കുക എന്ന് പറയില്ല, അവരെ വെറുതെ ഉപദ്രവിക്കുക. ഇവിടെ ആ യുവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്ക് ദേഷ്യം വന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവന് അബദ്ധം പറ്റിയല്ല, അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പം നമ്മളൊരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് അവർക്കൊക്കെ ഇഷ്ടമാകുന്നില്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അനാവശ്യമായിട്ട്? ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയും.